ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പലതരത്തിലുള്ള പാർട്ട്ണർഷിപ്പ് ഉണ്ട്. സാധാരണ 2 തരത്തിലാണ് പാർട്ട്ണർഷിപ്പിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്: ഓൺ ദി ബേസിസ് ഓഫ് ഡ്യൂറേഷൻ ആൻഡ് ഓൺ ദി ബേസിസ് ഓഫ് ലയബിലിറ്റി. ഡ്യൂറേഷൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പാർട്ട്ണർഷിപ്പിനെ 2ആയി തരംതിരിച്ചിരിക്കുന്നു: പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ ആൻഡ് പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ്. ലയബിലിറ്റിയുടെ ബേസിൽ ജനറൽ പാർട്ട്ണർഷിപ്പ് ആൻഡ് ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ്. നമുക്ക് ഇതിൻ്റെ ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്താണ് ഡ്യൂറേഷൻ? അതായത് ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങുന്ന, അതായത് പാർട്ട്ണർഷിപ്പ് 2 പേരുണ്ടെങ്കിൽ തുടങ്ങാം. മിനിമം 10 പേരെങ്കിലും വേണം ബാങ്കിങ് ബിസിനസ്സിന്, അല്ലാത്ത പക്ഷം 20 പേരെങ്കിലും എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ വേറെ നമ്മുടെ ഏത് രാജ്യത്ത് നിലകൊള്ളുന്നോ ആ രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു ബിസിനസ് സ്ഥാപനം നമ്മൾ തുടങ്ങും. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ തുടങ്ങാം, എപ്പോൾ വേണമെങ്കിൽ അവസാനിപ്പിക്കാം. ദിസ് ടൈപ്പ് ഓഫ് പാർട്ട്ണർഷിപ്പ് എക്സിസ്റ്റ് വിത്ത് അറ്റ് ദ വിൽ ഓഫ് ദ പാർട്ട്നേഴ്സ്. കയ്യിൽ ക്യാപിറ്റൽ ഉണ്ട്, കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ ചെയ്യാം എന്ന കോൺഫിഡൻസ് ഉള്ള 2 പേർക്ക് വേണമെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ് ക്യാൻ കണ്ടിന്യൂ ആസ് ലോങ് ആസ് ദ പാർട്ട്നേഴ്സ് വാണ്ട് ആൻഡ് ഇറ്റ് ഈസ് ടെർമിനേറ്റഡ് വെൻ എനി പാർട്ട്ണർ ഗിവ് എ നോട്ടീസ് വിഡ്രോവൽ ഫ്രം പാർട്ട്ണർഷിപ്പ് ഇൻ ദ ഫേം. നമുക്ക് ഇത് എപ്പോൾ വേണമെങ്കിൽ അവസാനിപ്പിക്കാം, എപ്പോൾ വേണമെങ്കിൽ തുടങ്ങാം. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ താല്പര്യം അനുസരിച്ച് അവസാനിപ്പിക്കും. ഇനി ഒരു പാർട്ട്ണർക്ക് താല്പര്യമില്ല, മറ്റേ പാർട്ട്ണർക്ക് വേണമെങ്കിൽ തുടരാം. ഇനി മറ്റേ പാർട്ട്ണർക്ക് താല്പര്യമില്ല, ഇയാളോട് പറയാണ്, എന്നാൽ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളൊന്നും ജോയിന്റ് സ്റ്റോക്ക് കമ്പനീനെ പോലെ അല്ലെങ്കിൽ ഗവൺമെൻറ് കമ്പനീസിനെ പോലെ പാർട്ട്ണർഷിപ്പിനില്ല. ഇനി പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ്. Partnership formed for the accomplishment of a particular project, say construction or building or an activity to be carried out on for a specified time of period is called particular partnership. അതായത് പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് പണിയാൻ, അല്ലെങ്കിൽ ഒരു ടവർ പണിയാൻ, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് പണിയാൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടി ഫോം ചെയ്ത ഒരു പാർട്ട്ണർഷിപ്പാണ്. ആ കൺസ്ട്രക്ഷൻ കഴിഞ്ഞാൽ വേണമെങ്കിൽ പിരിച്ചുവിടാം. അതിനെയാണ് പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ്. ഒരു പർട്ടിക്കുലർ ആസ്പെക്റ്റിന് വേണ്ടി ഫോം ചെയ്തിട്ടുള്ള പാർട്ട്ണർഷിപ്പിനെയാണ് പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. It dissolves automatically when the purpose of which is for it is formed is fulfilled or when the time duration expires. അപ്പോൾ ഇത്ര കൊല്ലത്തേക്കാണ് കരാർ ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ഈ ബിൽഡിങ്ങിന്റെ പണി കഴിയാനാണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ പണി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് എന്താവും, ഡിസോൾവ് ചെയ്ത് പോവും. ഓക്കെ. ഇനി ലൈബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു പാർട്ട്നേഴ്സിന്റെ ലൈബിലിറ്റിനെ കുറിച്ചിട്ട്. അതായത് സ്ഥാപനം പ്രവർത്തിച്ച് എന്തെങ്കിലും കടബാധ്യതകളോ മറ്റോ ഉണ്ടെങ്കിൽ, നഷ്ടത്തിലാണെങ്കിൽ അതിനെല്ലാ പാർട്ട്നേഴ്സും ലൈബിൾ ആവും എന്ന് പറഞ്ഞു. അത് എന്തിൻ്റെ ബേസിലാണെന്നാണ് ഞാൻ പറഞ്ഞത്? പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുമ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള കരാറിനെ ബേസ് ചെയ്തിട്ട്. അതിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുക. ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമുക്ക് അടുത്ത ടോപ്പിക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ലയബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്: ജനറൽ പാർട്ട്ണർഷിപ്പ് ആൻഡ് ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ്. ജനറൽ പാർട്ട്ണർഷിപ്പ്, the liability of the partners is unlimited and joint. The partners enjoy the right to participate in the management of the firm and the act binding on each other as well as on the firm. Registration of the firm is optional. The existence of the firm is is affected by the death, lunacy, insolvency or retirement of the partners. ഇനി പാർട്ട്നേഴ്സിൻ്റെ ജനറൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ പാർട്ട്നേഴ്സിനെ ഒരു സ്ഥാപനത്തിലെ അംഗത്വം ലഭിച്ചു കഴിഞ്ഞാൽ ആ പാർട്ട്ണർഷിപ്പിലെ പ്രവർത്തനങ്ങൾ ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും ഉള്ള അനുവാദമുണ്ട്. അതിൻ്റെ അയാൾ മരിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പാർട്ട്ണറുടെ പാർട്ട്ണർഷിപ്പ് ഡീഡിനനുസരിച്ചിട്ട് പോവാനോ വരാനോ മാറി നിൽക്കാനോ ഒക്കെ സാധിക്കും. ഇനി ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ്. ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ ദ ലയബിലിറ്റി അറ്റ്ലീസ്റ്റ് വൺ പാർട്ട്ണർ ഈസ് അൺലിമിറ്റഡ് whereas the rest of many have limited liability. Such as partnership does not get terminated with the
death, lunacy and insolvency the limited partner. The limited partner do not enjoy the right of management and other act do not bind the firm or partners. Registration of such partnership is compulsory. ഇപ്പം നമ്മൾ പാർട്ട്ണർഷിപ്പിലെ അംഗമായിരിക്കുന്ന സമയത്ത് പാർട്ട്നേഴ്സിൻ്റെ ഡീഡിൽ പറഞ്ഞതിനനുസരിച്ചിട്ട് ഒരു പാർട്ട്ണർക്ക് പ്രവർത്തനത്തിലെ ചില റെസ്ട്രിക്ഷൻസോ അല്ല കാര്യങ്ങളോ പറഞ്ഞിട്ടുണ്ടാവും. അതനുസരിച്ച് വേണമെങ്കിൽ ഒരാളുടെ മരണശേഷം അയാൾ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ അനുസരിച്ച് അദ്ദേഹത്തിന് വേണമെങ്കിൽ മാത്രം അദ്ദേഹത്തിൻ്റെ ആശ്രിതരെ, മറ്റു പാർട്ട്നേഴ്സിന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അദ്ദേഹത്തിൻ്റെ ആശ്രിതരെ കൊണ്ടുവന്നാൽ മതിയാകും. അല്ലാത്ത സമയത്ത് എന്താണോ കരാറിൽ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. ഇനി ലാസ്റ്റ് പറയുന്നത് നമുക്ക് പാർട്ട്ണർഷിപ്പ് ഡീഡിനെ കുറിച്ചിട്ടാണ്. ഞാൻ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ടുള്ളത് കൊണ്ട് ഇതിൽ എഴുതുന്നില്ല, ഞാൻ നോട്ട് തരുമ്പോൾ അതിൽ പറയാം. എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് വെച്ചാൽ, പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്ത സമയത്ത് പാർട്ട്ണർമാർ തമ്മിൽ ഉള്ള കണ്ടീഷൻസ് നേരത്തെ തന്നെ എഴുതി തയ്യാറാക്കിയിട്ടുണ്ടാവും. അതനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. പാർട്ട്ണർഷിപ്പിൻ്റെ ബൈലോ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. സാധാരണ എന്തൊക്കെയാണ് ഇതിലുണ്ടാവുക? സ്ഥാപനത്തിൻ്റെ പേര്, നേച്ചർ ഓഫ് ബിസിനസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ബിസിനസ്, ഡ്യൂറേഷൻ ഓഫ് ബിസിനസ്, നേരത്തെ പറഞ്ഞതുപോലെ എത്ര കാലത്തേക്കാണ് ഫോം ചെയ്തിരിക്കുന്നതിൽ അത്, ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ഈച്ച് പാർട്ട്ണർ, ഓരോ പാർട്ട്ണറും കൊണ്ടുവന്നിട്ടുള്ള ക്യാപിറ്റൽ എമൗണ്ട്, ഡിസ്ട്രിബ്യൂഷൻ, എങ്ങനെയാണ് എന്തിൻ്റെ ബേസിലാണ് അവരുടെ പ്രോഫിറ്റും ലോസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഓരോ പാർട്ട്ണർമാരുടെയും ഡ്യൂട്ടീസും ലയബിലിറ്റീസും, സാലറി ആൻഡ് വിഡ്രോവൽ ഓഫ് ദ പാർട്ട്ണർ, ടേംസ് ഗവേണിംഗ് അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, exclusion of the partner, interest on capital and interest on drawing, procedure for dissolution of the firm, എങ്ങനെയൊക്കെ ആണെങ്കിൽ സ്ഥാപനം പിരിച്ചുവിടും, പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ട്സ് ആൻഡ് അതർ ഓഡിറ്റിംഗ്, അക്കൗണ്ട്സും ഓഡിറ്റിങ്ങും ഒക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ആരൊക്കെയാണ് അത് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ, എന്തെങ്കിലും തർക്കങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റിനുള്ള മെത്തേഡ്സ്, കാരണം ഒന്നിലധികം ആൾക്കാരുള്ളതാണ് തർക്കങ്ങൾ വരാൻ സാധ്യതയുണ്ട് പല കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം ആദ്യമേ എഴുതി തയ്യാറാക്കി രജിസ്റ്റർ ചെയ്തിരിക്കും. അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ മാത്രമേ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും, ഈ ഡീഡ് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിനെയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഇത് എഴുതി തയ്യാറാക്കി എല്ലാ പാർട്ട്നേഴ്സും ഒപ്പിട്ട് അത് നമ്മൾ സൂക്ഷിക്കും. ഓക്കെ, താങ്ക് യു.